ഗൈസ് നമ്മളൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ഒന്നും അല്ല, വേറൊരു കാര്യത്തിനായിട്ട് നമ്മൾ മുംബൈ എത്തിയതാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിയറായിട്ട് മുംബൈയിൽ കവർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഞാനിനിയിപ്പോൾ ഒരു ചെറിയൊരു ക്ലിപ്പ് ഇടുന്നതായിരിക്കും. അത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നായിട്ടുള്ളതാണ്, ഒരു ഓട്ടോക്കാരൻ്റെ കാര്യം. നമ്മുടെ ഇവിടെ മുംബൈയിലാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഏറ്റവും ഡീസൻ്റായിട്ട് നമ്മുടെ ഇന്ന് ഫെയർ വാങ്ങിയിട്ടുള്ള ഒരു ഓട്ടോക്കാരനാണ് രൂപേഷ് എന്നാണ് ആളുടെ പേര്. അത് നമ്മൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഊബറിലൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 59 രൂപ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഓട്ടോയിൽ കാണിക്കുന്നത്. അതായത് നമുക്ക് പൻവേൽ സ്റ്റേഷനിൽ നിന്നും നമുക്ക് ഇവിടെയുള്ള MSRTC അതായത് മുംബൈ സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ടിലേക്ക് വരാനുള്ള ദൂരം ഏകദേശം 1-2 കിലോമീറ്ററാണ്. ഓട്ടോക്കാരൻ നമ്മൾ ക്യാമറ പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ 40 രൂപയ്ക്കാണ് നമുക്ക് ഫെയർ വാങ്ങി നമ്മൾ എത്തിച്ചത്. മറ്റേ എവിടെയാണെങ്കിലും ശരി, നമുക്ക് ഊബറിനേക്കാളും കുറവിൽ വേറെ എവിടെയും തരില്ല കേട്ടോ. നമ്മൾ ഒരുപാട് മാർക്കറ്റിൽ നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ ബാംഗ്ലൂരാണെങ്കിൽ ശരി, മറ്റു വാങ്ങകളൊക്കെ അങ്ങനെ തന്നെയാണ്. പൻവേലിൽ നിന്ന് ദാദറിലേക്ക് രണ്ടാൾക്ക് നമുക്ക് 142 രൂപയാണ് വന്നത് കേട്ടോ. പക്ഷെ ഒരു ടിക്കറ്റ് തന്നു. ആ ടിക്കറ്റ് ഞാൻ കാണിച്ചു തരാം. ഒന്നും മനസ്സിലായില്ലല്ലോ. അതുപോലെയാണ് എനിക്ക്. അവർ പറഞ്ഞു, അപ്പോൾ ഫുള്ളായിട്ട് ട്രാൻസ്ലേറ്റ് ഇംഗ്ലീഷ് പറയാൻ പറഞ്ഞപ്പോഴാണ് 142 എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ കൊടുത്തത്. അല്ലാതെ അതിന് മുമ്പ് ഒരു ഭാഷ പറഞ്ഞു, ലോക്കൽ ലാംഗ്വേജ് ആണ്, അത് നമുക്ക് അറിയത്തില്ല. മറാഠിയാ തോന്നുന്നു അല്ലേ, മറാഠിയാ തോന്നുന്നു പറഞ്ഞത്. അത് തന്നെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ആക്ച്വലി നമ്മുടെ ഈ പാമ്പൻപാലം ഇല്ലേ, അതേപോലെയാണ്. പക്ഷേ നമ്മൾ പാമ്പൻപാലം പോയവർക്ക് അത്രയും ഭംഗിയോടെ ഫീൽ ചെയ്തില്ലെങ്കിലും അതേ ഒരു ലുക്ക് അടുത്തായിട്ടില്ലേ. ബാക്കിൽ ട്രെയിൻ പോകുന്നുണ്ട്, അതേ പാമ്പൻപാലം പോലെ ട്രെയിൻ പോകുന്നുണ്ട്, ബസ് പോകുന്നുണ്ട്. അപ്പുറവും ഇപ്പുറവും നമുക്ക് കടലാണ് കേട്ടോ. മുംബൈ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡെവലപ്ഡാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു ടൗൺ പ്രദേശങ്ങളൊക്കെ നമ്മളെന്താ പറയുക, നമ്മുടെ കേരളത്തെ എറണാകുളം എന്നൊക്കെ പറയൂലേ, അതിൻ്റെ ഒരു 3 ഇരട്ടി 4 ഇരട്ടിയൊക്കെ നമുക്ക് ഒരു ഡെവലപ്മെന്റ് ഉണ്ട് എന്ന് തന്നെ പറയാം. അത്രയും എന്താ പറയുക, കെട്ടിടങ്ങളും കാര്യങ്ങളും അങ്ങനെ ഒരു ഇതാണ്. പിന്നെ എന്താ പറയുക, ഈ പൊല്യൂഷൻ അങ്ങനെയുള്ള ഒരു ക്ലൈമറ്റുമായിട്ട് അധികം താല്പര്യമില്ലാത്തവരാണെങ്കിൽ ചിലപ്പോൾ ഈ പോകുന്ന വഴി ചിലപ്പോൾ അത്ര കൂടെ സെറ്റായത് വരില്ല. പക്ഷെ ഒരു യാത്ര, നമ്മളൊരു സ്ഥലങ്ങൾ കാണണം എന്ന് പറയുമ്പോൾ കുറച്ച് ഇങ്ങനെയുള്ള കുറച്ച് ഡിഫിക്കൽസ് ഒക്കെ നമ്മൾ കടന്നു പോയാൽ നല്ല കാഴ്ചകൾ കിട്ടുമല്ലോ. ഗൈസ്, ചട്ടമ്പിന്നാണ് സിനിമ കണ്ടപ്പോൾ തൊട്ട് ഈ ഒരു ഡയലോഗ് പറയണമെന്ന് വിചാരിച്ചതാണ്. ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ട് മാത്രമല്ല, കണ്ടിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ ഇത് ധാരാവിയല്ല, ഇത് സ്ഥലം ബാന്ദ്രയാണ് വരുന്നത്. നമ്മളൊരു പർച്ചേസിന്റെ ആവശ്യത്തിനായിട്ട് വന്നതാണ് കേട്ടോ. വന്നപ്പോൾ ആ ഒരു ഷോപ്പിന്റെ സൈറ്റിന്റെ മോളിലുള്ള ഒരു വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ നേരത്തെ പറഞ്ഞ പോലെ സൽമാൻ ഖാന്റെയും ഷാറുഖ് ഖാന്റെയും ഒക്കെ വീട് ആ ഭാഗത്താണുള്ളത്. പിന്നെ സത്യം പറഞ്ഞാൽ ആ ഭാഗത്തൊക്കെ നോക്കിയാൽ അറിയാം, പുക നോക്കിയാൽ നല്ല പൊല്യൂഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിക്കുണ്ട്. സ്ഥലങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഹൈലി ഡെവലപ്ഡ് ആണ്, അതുപോലെ തന്നെ ഹൈലി പൊല്യൂട്ടഡും ആണ്. ഒന്നും പറയാനില്ല, നമുക്ക് അറിയാലോ, ഒരുപാട് വികസനങ്ങളാവും, അതിനനുസരിച്ച് പൊല്യൂഷനും കാര്യങ്ങളും അത് നിയന്ത്രിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും. ആ ഒരു സംഭവം ഇവിടെ അറിയുന്നുണ്ട്. പക്ഷെ എപ്പോഴേലൊക്കെ നമ്മളൊരു സമയം കിട്ടുമ്പോൾ വന്ന് കാണണം, എന്നാലേ നമുക്ക് ഈ ട്രാഫിക്കും കാര്യങ്ങളും ഇവിടുത്തെ ജനങ്ങളുടെ അവരുടെ ഒരു ലിവിങ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഭയങ്കര റഷായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവരും എന്തിനോ വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ട് പോകാമെന്ന് പറയില്ല, അതുപോലെ ഫുൾ തിരക്കാണ് മൊത്തം ആൾക്കാർക്കും. അപ്പോൾ എന്തായാലും വ്ളോഗിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്താനുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ ഉദ്ദേശിച്ചാണ് ഞാൻ വന്നത്. പക്ഷേ വന്ന ഒരു സമയവും പർച്ചേസിൻ്റെ ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എനിക്ക് വേറെ എവിടെയും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഞാൻ സിമ്പിളായിട്ട് നമ്മുടെ മുംബൈയുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ള കാഴ്ചകളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. മുംബൈയിൽ വന്നിട്ട് ഇപ്പോൾ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബനാന ഷേക്കാണ്. 30 രൂപയാണ് ഇതിന് ചാർജ് വരുന്നത്. കുഴപ്പമില്ല, സാധനം നന്നായിട്ടുണ്ട്. പക്ഷെ നമ്മളെ പോലെ ഈ കശുവണ്ടി അണ്ടിപ്പരിപ്പ് അങ്ങനെ സാധനങ്ങളൊന്നും ഇടുന്നില്ല. സിമ്പിളായിട്ടൊരു പാലും കാര്യങ്ങളൊക്കെ ചടിച്ചിട്ടുള്ളതാണ്. കുഴപ്പമില്ല, റിഫ്രഷ്മെൻ്റ് ഉള്ള സാധനമാണ്. ഇവിടെ വന്നതിനെ കുറിച്ചുള്ളൊരു അഭിപ്രായം എന്ന് പറയുകയാണെങ്കിൽ, തിരക്ക് ഇഷ്ടപ്പെടാത്തൊരു ഈ വഴിക്ക് തിരിയരുത്. എപ്പോഴാ നോക്കിയാലും തിരക്കും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഫുൾ വണ്ടികളും ആളുകളും. ഞാൻ പറഞ്ഞില്ലേ, എന്തിനോ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയെന്ന് പറയില്ല, അതുപോലുള്ള സിറ്റുവേഷനാണ്. ഒരു സമാധാന അന്തരീക്ഷം പ്രതീക്ഷ ആരും ഈ ഭാഗത്തേക്കൊന്നും തിരിയരുത്. ഞങ്ങൾക്ക് പിന്നെ വരാതിരിക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾക്ക് ഈ മാർക്കറ്റിൽ എന്തായാലും വന്നേ പറ്റുള്ളൂ.
प्लेट कितना? നമ്മൾ ഈ മുംബൈയിലൊക്കെ സ്ട്രീറ്റ് ഫുഡ് കണ്ടിട്ടില്ലേ, അതുപോലെ അതേ സെറ്റപ്പ് തന്നെയാണ്. മൊത്തത്തിൽ ഫുള്ള് പലതരം മസാല ഫുഡ്സും ജ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ലോക്കലായിട്ട് ഇങ്ങനെ റോഡ് സൈഡൊക്കെ ഉണ്ടാവും. ഹൈജീൻ എന്നൊക്കെ നമ്മൾ ഒരുപാട് നോക്കാനുള്ള കാര്യം നടക്കില്ല. ഒരു 50% ഒക്കെ നമ്മൾ ഹൈജീൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇവിടെ ട്രൈ ചെയ്യാം. പിന്നീടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ ഞാൻ ജ്യൂസൊക്കെ കുടിച്ചായിരുന്നു, പക്ഷെ ഇങ്ങനെ മസാല ഐറ്റംസ് ഒന്നും എനിക്ക് ട്രൈ ചെയ്യാനുള്ള വലിയ ധൈര്യമില്ല കേട്ടോ. എന്താ മാർക്കറ്റ്? ദാസ് മാർക്കറ്റ്. പിന്നെ ഇവിടെ മുംബൈ മാർക്കറ്റിൽ തുണികളുടെ മാർക്കറ്റ് ആണെങ്കിലും മറ്റ് ഹോൾസെയിൽ മാർക്കറ്റ് ആണെങ്കിലും ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഓരോ കടകളും വളരെ ചെറുതാണ്. ചെറിയ നമ്മുടെയൊക്കെ ഒരു തട്ടുകട, ഈ പെട്ടിക്കട പോലത്തെ സാധനങ്ങളില്ലേ, അതുപോലുള്ള സൈസിലൊക്കെയാണ് ഹോൾസെയിൽ ഇവർ ചെയ്യുന്നത്. അപ്പോൾ വലിയ വലിയ കടകളൊന്നും ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂര്, അതുപോലെ തന്നെ സൂറത്ത് അങ്ങനെയുള്ള വലിയ വലിയ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ, സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ വലിയ വലിയ കടകളായിരിക്കും. ഇവിടെയൊക്കെ ചെറിയ കടകളാണ്. പക്ഷേ അത്യാവശ്യമുണ്ട്. എല്ലാ കടകളിലും കയറി ഇറങ്ങിയാലും ചിലപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച സാധനം കിട്ടുള്ളൂ. അപ്പോൾ സിംഗിൾ പർച്ചേസ് ഒന്നും അവിടെ ആരും കൊടുക്കുന്നില്ല, റീറ്റെയിൽ ഒന്നും ചെയ്യുന്നില്ല. ഓൺലി ഹോൾസെയിൽ മാത്രമാണ് ഇവിടെ ഈ ഒരു സ്ഥലത്ത് കേട്ടോ. നമ്മളിപ്പോൾ കണ്ടില്ലേ ആ പച്ചനാടൻ പഴം എന്ന് പറയും. നമ്മുടെ കേരളത്തിൽ പാലക്കാട് സൈഡ് കഥ പറയുക, വേറെ ഡിസ്ട്രിക്ട്സിൽ എന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ആ ഒരു തരം പഴമാണ് നമുക്ക് ഇങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞാൽ മുംബൈ, സൂറത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ, ഗുജറാത്ത്, മുംബൈ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കിട്ടുന്നത് ആ സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് അങ്ങനെയുള്ള മാർക്കറ്റ് റോഡ് സൈഡൊക്കെ ഇഷ്ടം പോലെയാണ് കേട്ടോ. രാവിലെയൊക്കെ എനിക്ക് ക്യാമറ എടുത്ത് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, കാരണം അത്രയും റഷാണ്. അപ്പോൾ ആരെയും നമ്മുടെ ക്യാമറ എടുത്തുകൊണ്ട് ഓടുന്നത് പോലും പറയാൻ പറ്റില്ല. അപ്പോൾ അത്രയും റഷായിട്ടുള്ള ഒരു സിറ്റിയാണ്. അപ്പോൾ ഭയങ്കര തിരക്കാട്ടോ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ 1.5 തിരക്കാണ്. ഈ കാണുന്നൊന്നുമല്ല. ഞാൻ പറ്റുകയാണെങ്കിൽ ആ തിരക്ക് ഒന്നുകൂടെ കാണുകയാണെങ്കിൽ എടുത്തുതരാം. ഞാൻ അങ്ങനെയുള്ള സമയത്ത് ക്യാമറ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഈ ഒരു ക്യാമറയുടെ സൈസ് വെച്ചിട്ട് എവനെങ്കിലും എടുത്തിട്ട് ഓടിയാൽ പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ കാണുന്ന സാധനം കണ്ടില്ലേ, റാപ്സും അതുപോലെ തന്നെ ബർഗേഴ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ ഇഷ്ടംപോലെ കിട്ടും. സ്ട്രീറ്റ് ഫുഡ്സും ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഫുഡുകളുണ്ടല്ലോ, അത് ഇഷ്ടംപോലെ കിട്ടും. ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ടേസ്റ്റും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. നമ്മളിവിടെ നിന്നൊക്കെ ഒരു ഷവർമ അങ്ങനെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ കൂടുതൽ ചീസിയാണ് എല്ലാത്തിലും. ചോദിക്കാതെ തന്നെ ഒരു ചീസ് നന്നായിട്ട് ഇട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഒരു 100 രൂപ, 130, 140 ആ റേഞ്ചിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ വെറൈറ്റി ഫുഡ്സ് നമുക്കിവിടെ കിട്ടും. അപ്പോൾ ബോംബെ, മുംബൈ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും ചിലപ്പോൾ കൂടുതലായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. മറ്റ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ കുറേ മസാല ഇവരുടെ ആയിട്ടുള്ള കുറേ ലോക്കൽ ഫുഡ്സ് ഉണ്ടല്ലോ, അതൊന്നും ചിലപ്പോൾ നമുക്ക് സെറ്റായിന്ന് വരില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഞാൻ അപ്പോഴേ പറഞ്ഞ ചിക്കൻ റാപ്പില്ലേ, ഇതാണ് സാധനം. അത്യാവശ്യം കയ്യിൽ കാണുമ്പോൾ തന്നെ അറിയണ്ടല്ലോ, നല്ല ക്വാണ്ടിറ്റി ഉള്ള സാധനമാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. ഉച്ചയ്ക്ക് ഞങ്ങൾ ഇതാണ് കഴിച്ചത്, വേറെ ഫുഡൊന്നും അടുത്ത് കിട്ടിയില്ല. പിന്നെ നമ്മൾ രാവിലെ വന്ന സമയത്ത് സൗത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ടായിരുന്നു, ദോശ ഉണ്ടായിരുന്നു. ആളൊരു തമിഴനായിരുന്നു. ആൾക്ക് ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കേരളമാണ്, സൗത്താന്ന് മനസ്സിലായി. തമിഴ് അത്യാവശ്യം നമ്മൾ പാലക്കാടുകാരായതുകൊണ്ട് തമിഴ് പറയുന്നതുകൊണ്ട് അവർക്ക് ചെന്നൈയാണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾ നോർമൽ റേറ്റിലൊക്കെ ഇട്ട് തന്നു. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ ഈ സാധനം കഴിച്ചത് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ വന്ന് രാത്രി വാങ്ങിയത്. പിന്നെ ഇപ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് കയറാനായിട്ട് പോവുകയാണ്, സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ 5 മണിക്കാണ് നമുക്ക് ട്രെയിൻ വരുന്നത്. അപ്പോൾ അതുവരെ നമുക്കിവിടെ നിന്നൊരു കാര്യമില്ല. ഇപ്പോൾ ഒരു സമയം 8-9 മണിയൊക്കെ ആയിട്ടുള്ളൂ. ഇപ്പം എങ്ങനെയും കുറച്ച് സമയം ചിലവഴിച്ചിട്ട് സ്റ്റേഷനിൽ എത്തുക, 5 മണിക്ക് നമ്മളവിടുത്തെ സ്റ്റേഷനിൽ കയറും, അത്രയേ ഉള്ളൂ. റാപ്പാട് ചെയ്തപ്പോഴേ വയറിന് ഭയങ്കര ഒരു ചൂട് പോലെ, അപ്പോൾ ഒരു തണുപ്പൊരു ജ്യൂസ് അടിക്കാന്ന് വെച്ചിട്ടാണ്. ഇവിടെ ഫ്രൂട്ട്സിനൊക്കെ വിലയുണ്ട്, നമ്മളവിടുത്തെ പോലെ തന്നെ വിലയാണ്, കുറച്ചൊന്നും ഇല്ല. പിന്നെ ഇവിടെ ലോക്കൽസൊക്കെ ആകുമ്പോൾ ചെറിയ എന്തോ വ്യത്യാസം ഉണ്ടോ, നമ്മളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരേ റേറ്റ് തന്നെയാണ് കേട്ടോ. പക്ഷേ ജ്യൂസൊക്കെ ഇങ്ങനെ 10-15 എന്നൊക്കെ പറഞ്ഞ് കിട്ടും. അത്യാവശ്യം വൃത്തിയുള്ളൊരു കടയിൽ നിന്നൊക്കെ കഴിക്കാൻ തന്നെ കുഴപ്പമില്ല. കട കാണാം, കടയും ലുക്കും കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് കയറുക, അത്രയേ ഉള്ളൂ.
ഈ ജ്യൂസിൻ്റെ വില ഞാൻ പറഞ്ഞില്ല, 25 രൂപയാണ് ഇതിൻ്റെ ജ്യൂസിൻ്റെ വില വരുന്നത് കേട്ടോ. ആപ്പിൾ ജ്യൂസാണ്, ആപ്പിൾ സർബത്ത് അല്ല, ആപ്പിൾ മിൽക്ക് ഷേക്ക് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. 25 രൂപ. ആരോ നോക്ക്, നമ്മളെ മറ്റേ കടയിലത്തെ ആൾക്കാരാണ്, നമ്മൾ പർച്ചേസ് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ആ കടയിലത്തെ ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റേഷനിൽ എത്തിയപ്പോൾ മൂപ്പര് നമ്മളെ കൈ വിളിച്ച് ഹായ് കാണിക്കുകയാണ്. ഓക്കെ, കേരളത്തിലായാലും വേറെ ഏത് സംസ്ഥാനത്തിലായാലും ഈ ഒരൊറ്റ കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. നമ്മുടെ അവിടുത്തെ പർച്ചേസും അവിടുത്തെ പാക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ആ കടയിലെയും തൊട്ടടുത്ത കടയിലെ അവിടെ വർക്ക് ചെയ്യുന്ന 2 പിള്ളേരാണ് വന്ന് നിൽക്കുന്നത്. അവന്മാർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ വന്ന് വായി നോക്കലാണ്. വായി നോക്കലല്ല, സൈറ്റ് സീ. അവന്മാര് ഭയങ്കര സർക്കസും കാര്യങ്ങളൊക്കെ അവിടെ നടത്തുന്നുണ്ട്. നമ്മളവിടെ ഉള്ള പോലെ തന്നെയാണ്. നമ്മളിവിടെ വെള്ള എലിയൊക്കെ വിൽക്കാനുണ്ടോ? ഈ ചുവന്ന കണ്ണൊക്കെ ഉള്ളത്. നമ്മളിവിടെ ഈ മുയലൊക്കെ ആവുന്ന സമയത്ത് ഈ ചുവന്ന കണ്ണിനൊക്കെ ഭയങ്കര റേറ്റാണ്. ഈ എലിയുടെ കാര്യത്തിൽ അറിയില്ല, ഇവിടെ മാർക്കറ്റിൽ കണ്ടപ്പോൾ ഞാൻ കാണിച്ചതേ ഉള്ളൂ. കൈയൊക്കെ പുറത്തിരുന്ന് വീഡിയോ എടുക്കുന്നതിന് മുന്നേ ബാക്കിൽ കള്ളന്മാരുണ്ടോ മുന്നിൽ കള്ളന്മാരുണ്ടോ എന്ന് ആദ്യം നോക്കിയിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ ക്യാമറയും കൊണ്ട് പോകും. അപ്പോൾ നമ്മൾ ബാന്ദ്രയിൽ നിന്ന് ദാദറിലേക്ക് ട്രെയിൻ കയറിയിരിക്കുകയാണ്. നമുക്ക് കല്യാൺ ജംഗ്ഷനിൽ നിന്നാണ് ട്രെയിൻ വരുന്നത്. അപ്പോൾ അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഡയറക്റ്റ് നമുക്ക് ട്രെയിനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇപ്പോൾ നമ്മൾ കണ്ടായിരുന്നില്ലേ, അതായിരുന്നു ശരിക്ക് നമ്മുടെ മുംബൈ ട്രെയിനിൽ തിരക്കെന്ന് പറയുന്നത് ഈ കണ്ടതാണ് കേട്ടോ. അതായത് നമ്മളാ കാണിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു 60-70% തിരക്കേ ആയിട്ടുള്ളൂ എന്നാണ് പറയാൻ പറ്റുക. ഇതിന് മുന്നൊരു തിരക്കുണ്ടായിരുന്നു. ആ തിരക്ക് ക്യാമറ എടുക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏകദേശം 1.5 മണിക്കൂർ യാത്രയാണ് വരുന്നത്. 50 കിലോമീറ്ററാണ് വരുന്നത്. നമുക്ക് ഒരാൾക്ക് 15 രൂപയാണ് നമുക്ക് ഈ ലോക്കലിൽ ചാർജ് വരുന്നത് കേട്ടോ. അതായത് ഈ ദാദറിൽ നിന്ന് നമുക്ക് കല്യാൺ വരെ പോകാനായിട്ട് 50 കിലോമീറ്ററിന് 15 രൂപയാണ് നമുക്ക് പെർ പേഴ്സൺ വരുന്നത്. പിന്നെ ട്രെയിനിൻ്റെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ട്രെയിൻ നല്ല ഭംഗിയെന്ന് തോന്നും ചില സ്ഥലങ്ങൾ കാണുമ്പോൾ. അവസാനം ഞാനൊരു സ്ഥലം കാണിച്ചു തരാം. അപ്പോഴാണ് ശരിക്കും ഇത് മുംബൈ ആണ് എന്നുള്ളത് തന്നെ മനസ്സിലാവുക. ആ മുംബൈയിലെ ആൾക്കാരുടെ ആ ഒരു അവരുടെ സ്വഭാവ ശുദ്ധി അതറിയുന്നത് അവസാനമുള്ള ആ ഒരു സീനിലാണ് കേട്ടോ. ഫസ്റ്റ് സീനും ലാസ്റ്റ് സീനും കാണിച്ചു തരാം. ലാസ്റ്റ് സീന് വൃത്തിയായിട്ട് കാണാം കേട്ടോ. ഇതൊക്കെ ഫസ്റ്റ് സീൻസ് ആണ്. നമ്മളെ മുംബൈയിലെ ട്രെയിൻ നോർമൽ ജനറൽ ട്രെയിനാണ്. വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെയാണ്. ഇനിയാണ് സെക്കൻഡ് സീൻ. കണ്ടില്ലേ, അതേപോലെ അവിടെ ഈ മുക്കിലും മൂലയിലൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ ചൈനീ കുക്ക പാനി എന്നൊക്കെ പറയാം. എന്തോ സാധനം നമ്മൾ കേൾക്കില്ലേ ട്രെയിനിൽ തിയേറ്ററിൽ, ആ സാധനങ്ങളാണ് അതൊക്കെ. കണ്ടില്ലേ, 5 മിനിറ്റ് കൂടുമ്പോൾ വണ്ടികളാണ്. ലോക്കൽ സ്റ്റേഷൻസിൽ ഏകദേശം 5 മിനിറ്റ് കൂടുമ്പോൾ തന്നെ വണ്ടികളാണ്. നമ്മുടെ ഇതിൽ തന്നെ കണ്ടില്ലേ, ഒരു 3-4 ലൈനുണ്ട്. ഈ ലൈനിൽ മുഴുവൻ 5 മിനിറ്റ് കൂടുമ്പോൾ വണ്ടികൾ വന്നുകൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് തിരക്കും ഉണ്ട് കേട്ടോ ഈ ഒരു സ്റ്റേഷൻസിലൊക്കെ. ഇപ്പം തന്നെ കണ്ടില്ലേ, 1, 2, 3, 4, 5 ട്രാക്ക് ഉണ്ട്. ഒരു ട്രെയിൻ പോയി, ഇതേ ഒരു ട്രെയിൻ നമ്മുടെ ട്രെയിൻ, അതല്ലാതെ വേറെ ട്രെയിൻ പോകുന്നുണ്ട്. കണ്ടില്ലേ, മുംബൈയുടെ രാത്രി കാഴ്ചകൾ എന്നൊക്കെ പറയാൻ ഇതാണ്. ഒരുപാട് കാഴ്ചകളുണ്ട്, അതിലൊരു കാഴ്ച ഇതാണ്. പിന്നെ ഇപ്പോൾ ആ ലൈറ്റിലൂടെയൊക്കെ മഞ്ഞ് പോലെ കാണുന്നില്ലേ, ഒന്നും മഞ്ഞല്ല കേട്ടോ, ഭയങ്കര പൊല്യൂഷനാണ്. ആ പൊല്യൂഷനും പൊടിയും മണ്ടാരും അതിൻ്റെ അതാണ് നമ്മൾ ഈ കാണുന്നത്. അല്ലാതെ മഞ്ഞോ കാര്യങ്ങളൊന്നും അല്ല. ചുമച്ച ഒരു വഴിയാവും നമ്മൾ മാസ്ക് ഒന്നും ഇട്ടില്ലെങ്കിൽ. ഞാൻ വന്നപ്പോഴേ ഇടേണ്ടതായിരുന്നു, പക്ഷെ ഇടാത്ത കൊണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് ഇട്ടിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ വിട്ടുപോയതാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം വരുമെന്ന സമയത്ത് ഞാൻ എന്തായാലും ബാക്ക് ക്യാമറ വെച്ച് സംസാരിച്ചല്ലേ.
അപ്പം നെക്സ്റ്റ് ഞാൻ വരുന്ന സമയത്ത് എന്തായാലും മാസ്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും, കാരണം അത്രയും പൊല്യൂട്ടഡ് ആണ്. ഗൈസ് ഗുഡ് മോർണിംഗ്. സമയം ഇപ്പോൾ എത്രയാണെന്നറിയോ? 7:15 കേട്ടോ. അതായത് 5:15 ഞങ്ങൾക്ക് വരേണ്ട വണ്ടി 7:15 എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ എവിടെ എത്തി നോക്കിയപ്പോൾ ഏകദേശം ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ നമുക്കിവിടെ സ്റ്റേഷനിൽ വണ്ടി എത്തുമെന്നാണ് പറയുന്നത്. അതായത് കറക്റ്റ് 3 മണിക്കൂർ വൈകിയൊക്കെയാണ് ഒരു വണ്ടി വരുന്നത്. ഒരു പ്രോപ്പർ ടൈമിംഗ് ഇല്ല, ഒന്നുമില്ല. ഇത് സ്വാഭാവികമായിട്ടും എല്ലാ തവണയും സംഭവിക്കുന്ന കാര്യമാണ്. 1-2 തവണ ഉണ്ടാവുന്നതല്ല. എല്ലാ വണ്ടികളും മിക്കവാറും ഇങ്ങനെ വൈകിയും തോന്നിയ സമയത്തൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കണക്റ്റിംഗ് ആയിട്ട് വേറെ വണ്ടിയോ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ശരിക്കും കുടുങ്ങിപ്പോകും. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു ഫെയിലിയറായിട്ട് തന്നെ പറയണം. നമ്മൾ വന്നപ്പോൾ സ്റ്റേഷനിൽ വന്ന സമയത്ത് ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല കേട്ടോ, ഒറ്റ മനുഷ്യനില്ല. ഇന്നിപ്പോൾ ഫുൾ ക്രൗഡാണ്. ഞാൻ എന്തുകൊണ്ട് പുറത്ത് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേഷൻ്റെ ഉള്ളിൽ വീഡിയോ റെക്കോർഡിങ് നമുക്ക് അലൗഡ് അല്ല, റെസ്ട്രിക്റ്റഡ് ആണ്. നമുക്ക് മൊബൈൽ ഫോണാണ് യൂസ് ചെയ്യാം, ക്യാമറാസോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് പുറത്തുനിന്ന് വീഡിയോ എടുക്കുന്നത്. ഈ മുംബൈയുടെ തിരക്കാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നുമല്ല ശരിക്കും ഒരു എന്താ പറയുക, പടക്കത്തിൽ തിരി കൊളുത്തുന്നതിന് സാമ്പിളായിട്ടൊക്കെ പൊട്ടിക്കുന്നില്ല, അതുപോലുള്ള തിരക്കാണ്. ഇതിൻ്റെ ഒരു വേറൊരു ഐറ്റം ഉണ്ട്, പൂരപ്പറമ്പ്. അതും പക്ഷേ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല, അത്രയും തിരക്കായി. ഞാൻ പറഞ്ഞില്ല, ക്യാമറയും ഫോണും ബാഗും ഒക്കെ കയ്യിൽ നിന്ന് പോകുമെന്നുള്ള ടെൻഷനാണ് ആ സമയത്ത്. 12 മണിക്ക് നമ്മൾ എത്തിയതാണ്. എന്നിട്ട് AC ഡോർമെട്രിയിൽ നമ്മളെടുത്തു. AC ഒന്നും വർക്കിംഗ് അല്ല, ജസ്റ്റ് ആ ഡോർമെട്രി പോലെ ഇരുന്നു. പെർ പേഴ്സൺ 10 രൂപ 20 രൂപ എന്താ ചാർജ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഏകദേശം 5 മണി വരെ ഇരുന്നു. 5:15 വണ്ടി കിട്ടുമെന്ന് പറഞ്ഞാൽ 5 മണി ഇരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിവിടെ വന്നത്. ആ 5 മണി മുതൽ സഹിക്കാൻ വയ്യാത്തൊരു വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു തീരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ, അവളുടെ ശല്യം മിനിറ്റിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇത് സ്റ്റേഷനല്ല, സ്റ്റേഷൻ്റെ പുറത്തെ സൈഡാണ്. അതിൽ കൂടെയൊക്കെ കയറാനായിട്ട് ഡെയിലി പോകുന്നവരിങ്ങനെ കയറുന്നതാണ്. ഡെയിലി പോകുന്നവർക്കാകുമ്പോൾ അവർക്ക് അറിയാമല്ലോ ഏത് സൈഡൊക്കെ കയറണമെന്നുള്ളതൊക്കെ അറിയാമല്ലോ. അപ്പോൾ അവന്മാർ ഇതിൽ പിടിയൊക്കെ കുത്തിപ്പിടിച്ച് കയറിക്കോളും. ഈ വണ്ടി പോയിട്ട് വേണം നമുക്ക് സ്റ്റേഷനിലേക്ക് കയറാനായിട്ട്. കാണുന്നുണ്ടല്ലോ അല്ലേ, ഏകദേശം ആ ബോഗിയുടെ ഉള്ളിലാണെങ്കിലും ഇതിൽ കയറാൻ നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ ഒരു തിരക്ക് കാണുന്നുണ്ടാവില്ലേ. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ, വീഡിയോ വരുന്ന സമയത്ത് ഞാനത് സൂം ചെയ്ത് തന്നെ കാണിച്ചു തരാം. കണ്ടിട്ട് ഡൗട്ടൊന്നും അടിക്കണ്ട, മുംബൈയൊക്കെ നമ്മൾ വിട്ടു. ഇപ്പോൾ നമ്മൾ നാട്ടിലെത്തിയിട്ടോ. ഏകദേശം 4:15 എത്തേണ്ട വണ്ടിയാണ്. 6:30 നമ്മുടെ ഷൊർണൂർ സ്റ്റേഷനിലേക്ക് എത്തിയത്. അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ ട്രെയിനിൽ വീഡിയോ ഒന്നും എടുക്കായിരുന്നു, കാരണം മൊത്തം ഫാമിലീസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ക്യാമറയൊക്കെ എടുക്കും, ചിലപ്പോൾ അവർക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ നിന്നില്ല, നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുതല്ലോ. അപ്പോൾ നാട്ടിലെത്തി. അപ്പോൾ നമ്മൾ വീഡിയോ ക്ലോസിങ് ആയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് കോട്ടായി ഭാഗമാണ്, കാണുന്നുണ്ടല്ലോ അല്ലേ, ചുറ്റും ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ എന്ത് ഭംഗിയാണെന്നുള്ളത്. സത്യം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുംബൈ യാത്ര, അതായത് നമുക്ക് വല്ല ടൂറായിട്ടോ ഈ ട്രാവൽ ഒരു ബേസിലായിട്ട് നമ്മൾ സ്ഥലങ്ങൾ കാണാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസമൊക്കെ നമുക്ക് അവിടെ നിന്ന് എൻജോയ് ചെയ്യാം. അത്രയൊക്കെ പറ്റുള്ളൂ കേട്ടോ. ഒരു കണ്ടിന്യൂസ് ലിവിങ് ടൈപ്പിലൊന്നും എനിക്ക് ഒട്ടും മുംബൈ ഒന്നും ആലോചിച്ച് നോക്കാൻ പറ്റില്ല, കാരണം അത്രയും പൊല്യൂട്ടഡ് ആണ്. ഇപ്പം നമ്മളിപ്പോൾ കണ്ടില്ലേ, വല്ല നല്ല ബ്രീത്തൊക്കെ എടുക്കുന്നുണ്ട്. ഇതുപോലൊരു ബ്രീത്തൊന്നും നമുക്ക് അവിടെ ആലോചിച്ച് പോലും നോക്കാൻ പറ്റില്ല, അത്ര പൊല്യൂട്ടഡ് ആണ്. പിന്നെ സിറ്റി ലൈഫ് കാര്യങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാനാണ്, കറങ്ങിയടിച്ച് വരാം, അത്ര തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ ബെസ്റ്റാണ് ഒന്ന് മുംബൈയൊക്കെ കണ്ടുവരിക. നമ്മൾ നെക്സ്റ്റ് പോകുന്ന സമയത്ത് മുംബൈയിൽ നമുക്ക് എവിടെയൊക്കെയാണ് എന്തൊക്കെ കാണേണ്ടതെന്നുള്ളതൊക്കെ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഒരു മുംബൈ ജസ്റ്റ് കുറച്ച് നഗര കാഴ്ചകൾ മാത്രമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളൂ. നെക്സ്റ്റ് നമ്മൾ നല്ല വീഡിയോ മുംബൈയുടെ വേറെ ഇടുന്നതായിരിക്കും. അതിലെവിടേക്കാണ് കറങ്ങേണ്ടത് കാര്യങ്ങളെല്ലാം നമ്മളതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇപ്രാവശ്യം നമുക്ക് അതിന് സമയം കിട്ടിയില്ല, സത്യം പറഞ്ഞാൽ അത് തന്നെയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ അതുവരെ ബൈ ബൈ.